നമുക്കിപ്പോൾ നേരത്തെ ഹണി റോസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. ഏറെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഏറെ സന്തോഷത്തോടുകൂടിയുള്ള പ്രതികരണമായിരുന്നു ഹണി റോസിന്റേത്. ഹണിയുടെ വാക്കുകളിലേക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാനസികമായി ഭയങ്കര ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം. കാരണം ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്ന എന്റെ കുടുംബം കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് പറയാൻ കഴിയുന്നതിലും എന്താ പറയാ മോശമായിരുന്നു. അത് അതുകൊണ്ടാണ് ഈ ഒരു ഫൈറ്റിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഞാൻ ആദ്യത്തെ പരാതി രേഖപ്പെടുത്തിയപ്പോഴും ഒക്കെ അത് വളരെയധികം അതിനെപ്പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. അതേപോലെ തന്നെ എനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് സംസാരിക്കണം എന്നല്ല ഞാൻ ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി. ഞാൻ എന്റെ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തോടും എനിക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും വേണ്ട നടപടി സ്വീകരിക്കും എന്നുള്ള ഒരു വാക്കും കിട്ടിയിരുന്നു. DGP സാറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു, മറ്റു പോലീസ് ഓഫീഷ്യൽസിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പൊ അവരെല്ലാം അതിനെ അത്രയും സീരിയസ് നോട്ട്സോടുകൂടി തന്നെയാണ്. കാരണം ഇത് എന്റെ ഒരു വിഷയം മാത്രമല്ല, ഞാൻ മാത്രം ഫേസ് ചെയ്യുന്ന ഒരു വിഷയമല്ല. സമൂഹത്തില് എന്റെ കൊളീഗ്സും അല്ലെങ്കിൽ സാധാരണ സ്ത്രീകളും അല്ലെ പുരുഷന്മാരും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ഇത്. അതിനെ അഡ്രസ് ചെയ്യാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ഒരു ഫൈറ്റുമായിട്ട് മുമ്പോട്ട് വന്നത്. ഒരിക്കലുമല്ല സാർ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. എല്ലാ വീഡിയോ തെളിവുകളും ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തേക്കുന്നത്. അല്ലാതെ ഞാനൊരു തമാശയായിട്ട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ, ഓക്കെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ള പരാതി അല്ല അതല്ല. അങ്ങനെയുള്ള ഒരു പെരുമാറ്റവുമല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പലതവണ അദ്ദേഹത്തെ അറിയിച്ചതാണ്. ഞാൻ അവരുടെ പ്രോഗ്രാമിൽ നിന്ന് മാറി നിന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അവിടെ നിർത്താമായിരുന്നു. അന്നേരം സോറി പറയാമായിരുന്നു, ചെയ്തില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹം അറ്റാക്ക് ചെയ്യായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് എനിക്ക് പണമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, ഒരു സ്ത്രീ എന്റെ മുമ്പിൽ വന്ന് നിന്ന ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എനിക്കെപ്പോഴും ഒരു സ്ഥാപനത്തിനെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ ഒരു ഇനാഗുറൽ ഫംഗ്ഷന് പോകുന്നത്. അപ്പം അതിന്റെ മാനേജേഴ്സുമായിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ഇതുവരെയും ഒരു ഓണറുടെ അടുത്തും സംസാരിക്കുകയോ കമ്മ്യൂണിക്കേഷനോ ഉണ്ടാവാറില്ല. അപ്പം ഞാൻ വ്യക്തമായിട്ട് മാനേജറെ വിളിച്ച് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഇവരുടെ ഒരു പ്രോഗ്രാം, ആദ്യം ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു സംസാരവും വന്നപ്പോഴേ ഞാൻ ഇൻഫോം ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ കുറെ നാളുകൾ കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ഞാൻ ചെയ്യില്ല, അതിന്റെ റീസൺ ഇതാണ്, വ്യക്തമായി നിങ്ങൾ വീണ്ടും ഇയാളെ ധരിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അവരത് ഇൻഫോം ചെയ്യുകയും ചെയ്തിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇന്നലെ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. അത് കൂടുകയാണ് ചെയ്തത്. ഈ റീസെന്റ് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂ പോലും വളരെ മോശമായിട്ട് നമ്മളെ അപമാനിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ ഉള്ള നമ്മൾ പലരും എന്താ പറയാ ഒരു വലിയ പൊസിഷനിൽ നിൽക്കുന്നു എന്ന ആളുകൾ കാണുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാവുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നുള്ള ഒരു കാര്യത്തില് അതിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു എന്ന് തോന്നിയ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ ഈ പരാതിയായിട്ട് മുമ്പോട്ട് പോയത്. എനിക്ക് തന്നെ അതിശയമാണ് ഇത്രയും ഒരു ഹ്യൂജ് റെസ്പോൺസ് എനിക്ക് കിട്ടും എന്നുള്ളതും, അല്ലെങ്കിൽ എനിക്ക് കിട്ടും എന്നുള്ളതല്ല. കാരണം അത്രയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തു എന്നിടത്താണ് അതിന്റെ ഒരു സപ്പോർട്ടിന്റെ ഒരു റീസൺ കിടക്കുന്നത്. കാരണം എല്ലാവരും, ഞാൻ മാത്രമല്ല, എന്റെ കൊളീഗ്സും അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ സാധാരണ ജോലി ചെയ്താൽ ഒരു വീട്ടമ്മ, അങ്ങനെ സാധാരണ ആളുകൾക്ക് പോലും, പെൺകുട്ടികൾക്ക് പോലും ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതേപോലെ തന്നെ പെൺകുട്ടികൾ എന്നല്ല, പുരുഷന്മാർക്കുമുണ്ട് ഈ സൈബർ അറ്റാക്കിംഗ്, പല രീതികളിലുണ്ട്. അപ്പൊ അതൊരു ഭയങ്കരമായി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഇത്രയും വലിയൊരു സപ്പോർട്ട് എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടുന്നത്. ഞാൻ എന്റെ സംസാര രീതികൾ അങ്ങനെയാണ്. ഞാൻ ആരോടും ഒരു വഴക്കിനോ ഒരു ബുദ്ധിമുട്ടിനോ ആരെയും വിഷമിപ്പിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കമന്റുകളൊക്കെ വരുമ്പോഴും നമ്മളെ ഭയങ്കരമായി അഫക്റ്റ് ചെയ്തിട്ടും കണ്ടില്ല. ഞാൻ പലപ്പോഴും എനിക്ക് ഇങ്ങനെ വരുന്ന വീഡിയോസ് പോലും ഓപ്പൺ ചെയ്ത് നോക്കില്ല. കാരണം എനിക്ക് സങ്കടമാണ്. എനിക്കും എന്റെ ഫാമിലിക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത്. എന്നിട്ടും ഞാൻ അത് തട്ടിമാറ്റി അത് നോക്കണ്ട, പോട്ടെ, അത് ശരിയാവുമായിരിക്കും, ഫ്യൂച്ചറിൽ ഇത് ശരിയാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ഭയങ്കരമായിട്ടുള്ള സംഘർഷം മനസ്സിലുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു കമന്റ് അല്ല ആ സ്റ്റേജിൽ വെച്ച് പറഞ്ഞത്. എന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പല സംഭാഷണവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതെല്ലാം എന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് സാർ അത്. അതേപോലെ തന്നെ മീഡിയാസ് എല്ലാം നിൽക്കുന്ന ഒരു ചടങ്ങാണ്. അവിടെ നിന്ന് ഞാൻ അതാണ് ഈ ഡബിൾ മീനിങ് കോമഡി എന്നത് പറയുന്നതിന്റെ. ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, അയ്യോ എനിക്ക് നല്ല ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, നിങ്ങളുടെ ചിന്തകളുടെ കുഴപ്പമാണെന്ന് അദ്ദേഹം പറയും. അങ്ങനെ ഒരു ഡ്രാമ എനിക്ക് അവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും. അത് ഇനി മുമ്പോട്ടായാലും എനിക്ക് ആ ഒരു സ്റ്റേജ് നമ്മളൊരു കൃത്യത ഉണ്ടാവണം. നമ്മളൊരു ചടങ്ങിന് പങ്കെടുക്കുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതിൽ വളരെ സൂക്ഷിച്ച്
ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എത്രയോ വർഷം, 20 വർഷത്തോളമായി ഞാൻ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്. അത് പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് കൃത്യമായിട്ട് ഇത് എന്റെ പാരന്റ്സിനോടും സംസാരിച്ച് അവരെയും അറിയിക്കുകയും ചെയ്തിരുന്നു. എവിടുന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നതെല്ലാം ഈ ഫോണിന്റെ ഉള്ളിൽ, ഈ സോഷ്യൽ മീഡിയയിൽ ഇതിൽ വന്ന് കമന്റ് ചെയ്യുന്ന ഭാഗത്തും അല്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സ് ഇടുന്നതായിരുന്നു എനിക്ക് ഇതുവരെയും ഉണ്ടായിരുന്നത്. ഒരിക്കലും ഒരു വ്യക്തി നേരിട്ട് മുമ്പിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് എനിക്ക് എന്റെ ലൈഫിൽ ഇതുവരെയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടാക്കുക എന്നുള്ള ഒരു ശ്രമം തന്നെയാണ്. അതിൽ ഇത് അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന് വ്യൂവേഴ്സ് ഉണ്ടാവുകയും അവർക്ക് ഡെഫിനറ്റ്ലി അതിന്റെ സാമ്പത്തികമായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനൊരു അറുതി വരുത്തേണ്ട സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഫൈറ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നത്.